അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സാൽമൺ ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉലുവയും കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ഉള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരു മണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളുടെ കുടംപുളി ഉണ്ടല്ലോ, അത് 2 കഷ്ണം അതിലേക്ക് ആഡ് ചെയ്യുക. അതിൽ വെച്ചൊന്ന് സെറ്റായി വരുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, കാരണം ഫിഷിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, വെള്ളം ആവശ്യത്തിന് അതിലേക്ക് കറിക്ക് വേണ്ടത് കിട്ടും. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്താൽ നമ്മളുടെ കൂട്ട് റെഡി. എന്നിട്ട് അതൊന്ന് മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്മൂത്തായിട്ടുള്ള സാൽമൺ ആഡ് ചെയ്യുക. സാൽമണ് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒരു 5 minutes ഒക്കെ മതി. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോൾ, കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഫിഷ് മസാല ഒന്ന് കളക്കി അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ നമ്മളെ സ്വാദിഷ്ടമായ സാൽമൺ ഫിഷ് കറി റെഡി.